ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വട്ടയിട്ടിനയുടെ വീഡിയോ കണ്ടാലോ? ഇന്ന് എന്തൊക്കെ അയച്ചു നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെ അയച്ചു നോക്കാം. ഇന്ന് നമുക്ക് രാവിലെ നമ്മുടെ സ്വന്തം അപ്പവും പിന്നീട് സാമ്പാർ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഈ സാമ്പാറും ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനിൽ കൂട്ടി കഴിക്കാൻ. അങ്ങനെ നമ്മൾ രാവിലെ അപ്പവും സാമ്പാറും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി കാപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വാപ്പച്ചി തേൻമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരു 5-6 എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേൻമിഠായി. ഇങ്ങനെ മധുരമുള്ള സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കെന്തോ ഇഷ്ടമല്ലാത്തതല്ലേ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരു 5-6 എടുത്ത് കഴിച്ചു. ഇതാണെങ്കിൽ നല്ല ഇങ്ങനെ തേൻ ഒലിക്കുന്ന ടൈപ്പ് തേൻമിഠായി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള തേൻമിഠായി ആയിരുന്നു. അങ്ങനെ നമ്മളത് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കൂടി ഇവിടെ കൈയിട്ട് വരൽ. ഇവിടെ ആർക്കും കൈയിട്ട് വരാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്, എന്തോ ചെയ്യാനാ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചക്ക ഉടച്ചതും ബീഫ് കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചൂടോടെ ചക്കയും ബീഫൊക്കെ ആയപ്പം തന്നെ ഇങ്ങനെ അടുപ്പിൽ നിന്ന് എടുത്ത് കഴിച്ചതാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ക്ഷമയെന്ന് പറഞ്ഞ സാധനമേ ഇല്ല, പിന്നത്തേക്ക് കാര്യമേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചൂടോടെ ബീഫ് കറിയും ചക്ക ഉടച്ചതും അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു. ആ ചക്കയും പിന്നെ കറിയെല്ലാം കൂടെ കുഴച്ച ബീഫും കൂടെ വെച്ച് കഴിക്കണം. നല്ല വെന്തിട്ടുണ്ടായിരുന്നു ബീഫ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കും ചോറും ബീഫ് കറിയും തന്നെയായിരുന്നു. അച്ചാറെടുക്കാൻ മറന്നുപോയി ഗൈസ്. അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചാൽ. അങ്ങനെ നമ്മൾ ചോറും കറിയും ആ ബീഫെല്ലാം കൂടി കൂട്ടി കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു. നല്ല എരിയുള്ള കറിയാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല വെന്തിട്ട് നല്ല എരിയൊക്കെ ആയിട്ട് സൂപ്പർ കറിയായിരുന്നു. അങ്ങനെ നമ്മൾ ചോറും കറിയും ബീഫൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഒരു അടിയടിച്ചു പിടിച്ചു. എന്നിട്ട് നമ്മൾ വൈകിട്ട് കപ്പലണ്ടിയായിരുന്നു. ഇവിടെ കൂടുതലും വൈകിട്ട് കപ്പലണ്ടിയാണ് കേട്ടോ വാങ്ങൽ. അല്ലെങ്കിൽ മറ്റേ പുഴുപ്പിൻ്റെ ആ ഒരു പൊടി, അല്ലെങ്കിൽ പുഴുപ്പ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കപ്പലണ്ടി ആകുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ലൊരു സുഖമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുത്തൽ, ഇതാണ് കുഴപ്പം. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ട് അതൊക്കെ കഴിച്ചു. പിന്നീട് നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ ചോറും ബീഫ് കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയായിരുന്നു കഴിച്ചത്. അതുകൊണ്ടാണ് വൈകിട്ട് പിന്നെ എടുത്ത് കഴിച്ചത്. നമ്മൾ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വൈകിട്ട് ചോറും ബീഫൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, എന്താണെന്നറിയില്ല ഗൈസ്. എന്നിട്ട് ഇവിടെ 2 പേരുണ്ട് ഗൈസ്, നമ്മുടെ പൂച്ചക്കുട്ടികളാണ്. ഒരു തള്ളപ്പൂച്ചയുണ്ട്, ഒരു കുഞ്ഞു പൂച്ചയുണ്ട്. അങ്ങനെ നമ്മൾ അതിന് വെച്ചിട്ട് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് കഴിച്ചാലും ഇതിന് കൂടുതലും ഇഷ്ടം ഇങ്ങനെ പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.